കേരളത്തിലെ കോൺഗ്രസിലെ തമ്മിലടി പരിഹരിക്കാൻ ദില്ലിയിൽ യോഗം ചേർന്നു കോൺഗ്രസ് നേതാക്കൾ. മുതിർന്ന നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ്. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കേരളത്തിലെ കോൺഗ്രസിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കാൻ, അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ ആണ് യോഗം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പറഞ്ഞത്. എന്നാൽ നമുക്കറിയാം തമ്മിലടി പരിഹരിക്കാനാണ് എന്ന്, ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്ന സന്ദേശം നൽകാനാണ് എന്ന്. അതുതന്നെ സംഭവിച്ചു. ഐക്യത്തോടെ മുന്നോട്ട് പോകണം, അപശബ്ദങ്ങൾ ഉണ്ടാകാൻ പാടില്ല, പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കണം, ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിൻ്റെ പിറകെ പോകരുത്, അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും അഭിപ്രായങ്ങൾ പറയരുത്, അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യമില്ല എന്ന തോന്നലുണ്ടാക്കരുത്, ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, ജനങ്ങൾക്ക് മുന്നിൽ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കണം. ഇതായിരുന്നു കോൺഗ്രസ് യോഗത്തിന്റെ ലക്ഷ്യം. മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗമാണ്. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് പുറമെ മല്ലികാർജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി എന്നിവരൊക്കെ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. വലിയ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ വാർത്ത നൽകേണ്ടതുണ്ട്. മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മലയാള മനോരമയിൽ 1-ാം പേജിൽ വാർത്തയുണ്ട്, അതോടൊപ്പം തന്നെ 9-ാം പേജിൽ വിശദമായ വാർത്തയുണ്ട്. 1/4 പേജാണ് മാറ്റിവെച്ചിരിക്കുന്നത്. എന്താണ് ദില്ലിയിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായ വാർത്തയുണ്ട്. കരി നീക്കാൻ ചർച്ചകൾ, ഗ്രൂപ്പില്ലാതെ സൗഹൃദം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയുണ്ട്. ഡൽഹി കേരള ഹൗസിനെ സജീവമാക്കി കോൺഗ്രസ് നേതാക്കൾ എന്ന് പറഞ്ഞ വാർത്തയുണ്ട്. ലക്ഷ്മണ രേഖ കടക്കരുത് ഏത് കൊമ്പനായാലും എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ് ഒരു വാർത്തയായി നൽകിയിട്ടുണ്ട്. 9-ാം പേജിൽ ഏറ്റവും മുകളിൽ നേർക്കാഴ്ചയിൽ വി ഡി സതീശന്റെ ഒരു പ്രതികരണവും കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം അതുകൊണ്ടാണ് മലയാള മനോരമ തന്നെ പ്രാധാന്യത്തോടുകൂടി നേർക്കാഴ്ചയിൽ വി ഡി സതീശന്റെ ഫോട്ടോയും കൂടി വെച്ച് ആ വാക്യം നൽകിയിരിക്കുന്നത്. യോഗത്തിൽ വി ഡി സതീശൻ പറഞ്ഞ വാക്യമാണ്. അതിങ്ങനെയാണ്: മുഖ്യമന്ത്രിയാകുന്നതിൽ അല്ല, പാർട്ടിക്ക് വിജയം ഉറപ്പാക്കുന്നതിനാണ് ഞാൻ മുൻഗണന നൽകുന്നത്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. എവിടെ? യോഗത്തിൽ ഇരിപ്പുണ്ട് എന്ന്. മുഖ്യമന്ത്രിയാകാനല്ല ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നത് പറയുന്നത് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നിരവധി പേർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് എന്ന്. അവസാനത്തെ അടവ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി പേർ രംഗത്തുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അവർ തമ്മിലാണ് കേരളത്തിലെ കോൺഗ്രസിൽ തമ്മിലടി എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ 1-ാം സ്ഥാനത്ത് വി ഡി സതീശനാണ്. സ്വാഭാവികമാണ്, അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായും വരേണ്ടത്. അതാണ് UDF-ലെയും കോൺഗ്രസിലെയും ഒരു കീഴ്വഴക്കം. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും ശശി തരൂരുമൊക്കെ കുപ്പായം വിട്ട് ഇറങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ. അതുകൊണ്ട് വി ഡി സതീശൻ അവസാനത്തെ അടവങ്ങെടുത്തു, ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു അത്രേ, അതെന്താണ് അങ്ങനെ എന്ന്. അപ്പോഴാണ് മറുപടി പറഞ്ഞത്, അത്തരം ആളുകൾ, മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് എന്ന്, അവരൊക്കെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, ഞാൻ മുഖ്യമന്ത്രിയാകാനില്ല എന്ന് അങ്ങ് പറഞ്ഞു. എന്ന് വെച്ചാൽ അവസാനത്തെ അടവ്, 18-ാമത്തെ അടവ് എന്നൊക്കെ പറയാറില്ലേ, അതാണ്. ഞാനില്ല, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. ഇതാണ് വി ഡി സതീശന്റെ നിലപാട്. കാരണം വി ഡി സതീശൻ പറഞ്ഞിടത്ത് കാര്യങ്ങളിൽ എത്തിയില്ല. എന്താണ് വി ഡി സതീശന്റെ ആവശ്യം? കെ സുധാകരനെ മാറ്റണം. കെ സുധാകരനുമായി ഒത്തുപോകാൻ കഴിയില്ല. KPCC പ്രസിഡന്റായി പുതിയ ഒരാളെ കൊണ്ടുവരണം. ഇതാണ് വി ഡി സതീശന്റെ ആവശ്യം. വി ഡി സതീശന്റെ ആവശ്യത്തോട് കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി യോജിപ്പ് പ്രകടിപ്പിക്കുകയും അതനുസരിച്ചുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുനിൽ കനോഗുലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ, കോൺഗ്രസിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹവും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അടിമുടി മാറ്റണം എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് മുതൽ DCC ബൂത്ത് തലം വരെ അടിമുടി അഴിച്ചുപണി വേണമെന്ന്. ഇതാണ് സുനിൽ കനോഗുലുവിന്റെ റിപ്പോർട്ട്. ഇതെല്ലാം മുന്നിലുണ്ട്, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോഴാണ് വി ഡി സതീശൻ അവസാനത്തെ അടവെടുത്തത്, മുഖ്യമന്ത്രിയാകാൻ ഞാനില്ല, അതിന് ഒരുപാട് ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട് എന്ന്. ഇതേപോലെ ഒരടവ് KPCC പ്രസിഡന്റ് കെ സുധാകരനും എടുത്തു. അവിടെയാണ് AICC നേതൃത്വം മൂക്കുകുത്തി താഴെ വീണത്. അത് മറ്റൊന്നുമല്ല, ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്ക്, ഞാൻ എൻ്റെ പാട്ടിന് പോകും. എന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റിയാൽ ഞാൻ എൻ്റെ പാട്ടിന് പോകും എന്ന്. വളരെ വികാരാധീനനായിട്ടാണ് അദ്ദേഹം യോഗത്തിൽ സംസാരിച്ചത് എന്ന് ഇന്നലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണിൽ നിന്ന് വെള്ളം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കെ സുധാകരന്റെ
പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞത്, പരിഹസിച്ച് പറഞ്ഞത്. അത്തരം ഒരു പ്രസംഗമാണ് കെ സുധാകരൻ യോഗത്തിൽ നടത്തിയത്. എന്ന് വെച്ചാൽ വികാരാധീനനായി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിക്കോളൂ, ഞാൻ എൻ്റെ പാട്ടിന് പോകും. എങ്ങോട്ട്? ഈ ചോദ്യമാണ് ഉയരുന്നത്. നേരത്തെ തന്നെ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ BJP-യിലേക്ക് പോകും, ആരാണ് ചോദിക്കാനുള്ളത് എന്ന്. അതുപോലെ BJP കാത്തിരിക്കുന്നുണ്ടോ കെ സുധാകരനെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സുധാകരനെ തൽക്കാലം മാറ്റേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ഇത് രണ്ടാമത്തെ ഭീഷണിയാണ്. ആദ്യം അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത് ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കുന്ന ഘട്ടത്തിലാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. പിന്നീട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ണൂരിൽ മത്സരിപ്പിച്ചു. ജയിച്ചുപോയി കെ സുധാകരൻ. അങ്ങനെ കെ സുധാകരൻ MP ആയ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റാം എന്നാണ് VD സതീശൻ വിഭാഗം കരുതിയത്. പക്ഷെ നടന്നില്ല. അദ്ദേഹം ഓടി കസേരയിലിരുന്നു. KPCC ആ സ്ഥാനത്ത് എത്തി, തള്ളിക്കയറി എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ. ഇപ്പോൾ വീണ്ടും മാറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ പാട്ടിന് പോകും എന്ന്. ഈ രണ്ട് ഭീഷണിക്ക് മുന്നിൽ, ഈ രണ്ട് നേതാക്കളുടെ അവസാനത്തെ അടവിന് മുന്നിൽ ഹൈക്കമാൻഡ് മുട്ടുകുത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതാണ് യോഗത്തിൻ്റെ ആകെ തുക. പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലം അടങ്ങിയിട്ടുണ്ട് എങ്കിലും ഇത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരിക തന്നെ ചെയ്യും. കാരണം എങ്ങനെയെങ്കിലും UDF ജയിച്ചാൽ എല്ലാവർക്കും മുഖ്യമന്ത്രിയാകണം. അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സ്ഥിതി. ഇപ്പോഴേ തുടങ്ങി തമ്മിലടി. ഇനി ജയിച്ചു കഴിഞ്ഞാലോ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്.